പാര കൊണ്ട് ബാങ്ക് കൊണ്ടുപോകണേ വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കിയാണ്. ഒരു കാര്യം ഉണ്ടായിട്ടല്ല. നീ എന്താ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു ഗ്ലാസ് കട്ടൻ ചായ അല്ലേ? ഇത് അമ്മ മരിച്ചപ്പോ അച്ഛനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിച്ചാൽ മതിയായിരുന്നു. ഞാൻ ഈ അടുക്കളയിൽ കിടന്ന് അറിയിക്കേണ്ട കാര്യമില്ല. പിന്നെ നീ പിടിച്ച് കെട്ടിച്ചിട്ട് വേണ്ടേ? എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ കെട്ടായിരുന്നു. നിന്നെ ഓർത്തിട്ടാ ഞാൻ കെട്ടാതിരുന്നത്. ഓ കെട്ടാ ഞാൻ നല്ല ആരോഗ്യമാണല്ലോ. ഇപ്പൊ പ്രായത്രയില്ല, എനിക്ക് വേണമെങ്കിൽ ഒന്നിനെ കെട്ടിക്കൂടെ? ഞാൻ കെട്ടണ ആലോചിക്കുക. ആദ്യം അച്ഛനെ ചായ കുടിച്ചേ. ചായക്ക് വേണ്ടിട്ടില്ല, നേരത്തിന് ഗുളി കഴിക്കണം. ഇപ്പൊ സമയത്രയായി. മിണ്ടാതെ ഇരിക്കി, എടുത്തു തരാം. കൊണ്ടാക്കിട്. രാവിലത്തെ അല്ലേ ഇത്? ആ രാവിലത്തെ കൊണ്ടുതരുന്ന സമയം 9 മണി. ഇതെന്താ ഒരെണ്ണം? 2 എണ്ണം കൊണ്ടാ? ഒരെണ്ണം കഴിക്ക്. വേദന കൂടുതലുണ്ടെങ്കിൽ 2 എണ്ണം കഴിച്ചാൽ മതി. എന്റെ പ്യാര്യ നല്ല വേദന ഉണ്ടടാ. രാവിലെ തൊട്ടിട്ട് ഈ പുറം ഉരുണ്ട് കയറി വരികയാണ്. 2 എണ്ണം എടുക്ക്. അച്ഛൻ നമ്പർ കാണിക്കല്ല. അച്ഛൻ്റെ വേദന എന്താണെന്നൊക്കെ എനിക്കറിയാം. ഇത് വയറ് നിറച്ച് തിന്നേണ്ട സാധനമല്ല. ഇതെന്ത് ചൂടാണത്? അച്ഛൻ എന്തീ കാണിച്ചത്? ആ തിളച്ച വെള്ളത്തിലാണോ ഗുളിക കഴിച്ചത്? പിന്നെ അച്ഛൻ തിളച്ച വെള്ളത്തിൽ ഗുളിക കഴിച്ചാൽ അത് അലിയൂല. മജ്ജല മാംസത്തിൽ എവിടെയെങ്കിലും ഒക്കെ പറ്റി പിടിച്ചിരിക്കും അത്. അപ്പൊ ആദ്യം പറയണ്ടത്. ഇന്നത്തെ കുഴപ്പമില്ല, കുടിച്ചോ അത്. എന്താ കുഴപ്പമുണ്ട്? എന്ത് കുഴപ്പം? കണ്ട ഇവിടെ പറ്റി പിടിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഇവിടെ വേദനിച്ചിട്ട് വയ്യ. ഞാൻ വെറുതെ പറഞ്ഞാണ്. ഒരു പറ്റിപ്പിടുത്തൂല്ല. കൈവിട്ടെ. അല്ല ശ്വാസം കിട്ടുന്നില്ല കേട്ടോ. അയ്യോ അയ്യോ പാരി പിടിക്കല. ശ്വാസം കിട്ടുന്നില്ലടാ. ഇവിടെ പിടിച്ചു. ഒന്നുമില്ല അച്ഛാ, ഒന്നുമില്ല. ഇപ്പൊ ഇത്ര നേരം വെറുതെ ഇവിടെ ഇരുന്ന അച്ഛല്ലേ? ചായ കുടിച്ചേ. വേണ്ട വേണ്ട, ചായ ഇറങ്ങില്ല. ചായ ശ്വാസം കിട്ടുന്നില്ല. ഈ വണ്ടി വിളിച്ചാടാ. ആശുപത്രി പോകാനുള്ളതൊന്നും ഇല്ല. ഇപ്പൊ ഇത്തിരി നേരം കിടത്തി. ഞാൻ ആ ഫാൻ ഇടാവുന്ന കാറ്റ്. വേണ്ട വേണ്ട, ഉരുണ്ട് കയറുണ്ട്. വണ്ടി വിളിക്ക്. വണ്ടി വിളിക്കടാ. ഞാനൊന്ന് ഡ്രസ്സ് മാറട്ടെ, പൈസ എടുക്കട്ടെ. പൈസ ഒന്നും വേണ്ട. എന്താ ഇൻഷുറൻസിന്റെ കാർഡ് എടുത്താ മതി. അജ്ജലൊട്ടി പിടിച്ചിട്ടുണ്ട് തന്നെ തോന്നുന്നു. കുഴപ്പമുണ്ട് ഡോക്ടറെ? കുഴപ്പമുണ്ട് സിസ്റ്ററെ. പിന്നെ എൻ്റെ പേഴ്സ് ഞാൻ എടുത്തില്ല. വണ്ടിക്കുള്ളിലാണോ അതോ വീട്ടിൽ നിന്ന് ഞാൻ എടുത്തില്ലോ? മറന്നു കാണാനില്ലല്ലോ. ഇവിടെ ഉണ്ട്. വൈകിട്ട് പോകുമ്പോ പച്ചക്കറി മേടിച്ചോണ്ട് പോണേ. ഈ വൈഫ് ചീത്ത വിളിക്കും. അച്ഛനോ നോക്കട്ടെ. വലിക്ക്. തന്നോടല്ല സിസ്റ്റർ, കുറച്ചുകൂടെ ഒന്ന് ബാക്കിലോട്ട്. മതി സിസ്റ്റർ. നീ വലിക്ക്. തന്നോടാ പറഞ്ഞ വലിക്കാൻ. ഞാൻ അവിടെ വലിക്ക്. കുഴപ്പമില്ല. പിന്നെ ബൈക്കിൽ നിന്ന് വീഴുന്നതാണോ? ബൈക്കിൽ നിന്ന് വീഴുന്നതല്ലേ? ബൈക്കിൽ നിന്നൊന്നും വീണിട്ടില്ല. എൻ്റെ ചെറുപ്പത്തിൽ സൈക്കിൾ എന്ന് പറഞ്ഞ വീണിട്ടുണ്ട്. അതൊരു 12 വയസ്സിൽ. അതിൻ്റെ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും? അതല്ല. അപ്പൊ ഇപ്പൊ എന്താ പ്രശ്നം? അടിവയറ്റിൽ നിന്ന് ഒരു ഉരുണ്ട് കയറ്റവും അള്ളി പിടിച്ചൊരു വേദനയാണ്. ഇയാക്കോ? എനിക്കല്ല, അച്ഛന്. അച്ഛൻ്റെ കാര്യം അച്ഛൻ പറയും കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു വേദന, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വേദന ഇവിടേക്ക് വരും. ഇവിടെയാണോ? ഇവിടെ അവിടെ തന്നെ. അവിടെ വേദനയ്ക്ക് പിന്നെ ഉരുട്ട് കയറണം. ചില സമയത്ത് ഈ നെഞ്ചിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എന്തോ ഒന്ന് ഉരുണ്ട് കയറി വന്നിട്ട് ഗ്യാസ്. അതങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു വെളിവുമില്ല. ഇപ്പൊ വെളിവുണ്ടോ? ഇപ്പൊ കുഴപ്പമില്ലല്ലോ. ഓ പിന്നെ ഭക്ഷണമൊക്കെ എന്തെങ്കിലും കഴിക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് ഏറ്റവും വലിയ പ്രശ്നം. വിശപ്പില്ല. ഇല്ലാത്ത കാര്യം ഡോക്ടറോട് പറയല്ലേ, ആവശ്യമുള്ളത് മാത്രം പറ. അച്ഛൻ പറയട്ടെ. ഇന്നിപ്പോ കാലത്ത് എന്തെങ്കിലും കഴിച്ചോ? ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. 6 പൊറോട്ട 1.5 ബീഫും ഞാൻ മേടിച്ചു കൊടുത്താണ്. അത് കഴിച്ചു വന്നിട്ട് വിശപ്പില്ലെന്ന് പറഞ്ഞു. അതിപ്പോ എത്ര വിശപ്പില്ലെങ്കിലും നല്ല ഇഷ്ടമുള്ള ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ ആരും കഴിക്കും. പിന്നെ എപ്പോഴാണ് ഈ വിശപ്പില്ലായ്മ വരണത്? ഇപ്പൊ കഞ്ഞിയും പയറൊക്കെ വെച്ച് തന്നാൽ ഒട്ടും വിശപ്പില്ല. ദിവസവും കോഴിയും ബീഫൊക്കെ വീട്ടിൽ വെക്കാൻ പറ്റുമോ? രാത്രി കഞ്ഞിയും പയറാണ് ഇഷ്ടം, അപ്പൊ അത് വെച്ച് കൊടുക്കും.
വയസ്സ് എത്ര എന്ന് പറഞ്ഞ 68. അല്ല 64. എത്ര ഇപ്പൊ? അച്ഛൻ പറയണ എഴുതിക്കോ, നോണയാണ്. അപ്പോ നമുക്കൊരു എൻഡോസ്കോപ്പ് ചെയ്യാം. വേണ്ടേ? വേണ്ടേ? വേണം. അല്ല ഇങ്ങനെ വെച്ചപ്പോ. പിന്നെ ഞാൻ കുറച്ച് ഗുളിക എഴുതും. അത് ഇച്ചിരി കൂടിയ ഗുളിക, വില കൂടും. അത് കുഴപ്പമില്ല. എനിക്ക് ഈ മറ്റേ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാർഡില്ലേ, അതുണ്ട്. ഫാമിലി കവറേജ് ഉണ്ട്. അപ്പൊ മറ്റേ ഫ്ലാസ്കും ചുറ്റുപാത്രമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാ? അതെന്തിനാ? അല്ല 24 മണിക്കൂറെങ്കിലും അഡ്മിറ്റ് ആവണം, എന്നാലേ ഇൻഷുറൻസ് കിട്ടുള്ളൂ. അയ്യോ അത് വേണ്ട സിസ്റ്ററെ. ഒരു 10,000 രൂപയൊക്കെ ബില്ല് വരുമെങ്കിൽ ഞാൻ പൈസ അടച്ചോളാം ഇപ്പൊ തന്നെ. ഉണ്ടാതിരിക്കും അവിടെ. കാശിന്റെ വില അറിയില്ല എനക്ക്. അച്ഛൻ പറഞ്ഞത് ശരിയാന്ന്. കാരണം വെച്ചാൽ വർഷം നമ്മൾ ഇൻഷുറൻസ് കമ്പനിക്ക് പൈസ അടയ്ക്കയില്ലേ. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെയൊക്കെ വേണം യൂസ് ചെയ്യാൻ. അതല്ല യൂസ് ചെയ്യണതിന്റെ അല്ല, അച്ഛൻ എന്താണെന്ന് നോക്കിയിട്ട് പൈസ ഇപ്പൊ തന്നെ അടച്ച് പോകാല്ല. അതല്ല, അച്ഛനെ ആദ്യം നമ്മളൊരു കൊളോണോസ്കോപ്പി ചെയ്യും. അത് ചെയ്ത് കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ അതിന് അനസ്തേഷ്യയൊക്കെ കൊടുക്കണം. അപ്പോൾ അതിനൊരു 2-3 ദിവസം വേണ്ടി വരും. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അല്ല 2-3 ദിവസം ബില്ല് ഇൻഷുറൻസ് കമ്പനി അടച്ചോളൂ. അല്ല ബില്ലിന്റെ അല്ല സിസ്റ്റർ, അച്ഛന്റെ കൂടെ നിൽക്കാൻ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അല്ല ഇവിടെ ആള് വേണ്ട, ഞാൻ നോക്കിക്കോളാം. പിന്നെ സിസ്റ്റർ അച്ഛനില്ലാത്തതാണ്. അപ്പോൾ സിസ്റ്റർ അച്ഛനെ നോക്കുമ്പോൾ നോക്കിക്കോളൂ കേട്ടോ. 3 ദിവസം കിടക്കേണ്ടി വരുമെന്നാ പറയണ എല്ലാം നോക്കാൻ. അല്ല എന്താ സുഖം എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഒരു സൗകര്യം ഇല്ലടാ മോനെ. മോൻ ധൈര്യമായിട്ട് പൊക്കോ. പിന്നെ വേറെ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്? വേറെ ഈ ശ്വാസം മുട്ടുണ്ട്. ശ്വാസം മുട്ടുണ്ടല്ലേ? അതൊക്കെ ഇടക്കിടക്ക് ഉള്ളു ഡോക്ടറെ. ഇടയ്ക്കിടയ്ക്കുള്ള ശ്വാസം മുട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ECG എടുക്കാം. സാറേ അപ്പൊ എക്കോയും കൂടെ വേണ്ടി വരും. അയ്യോ എക്കോ എടുക്കണമെങ്കിൽ പിന്നെ TMT വേണ്ടേ സിസ്റ്ററെ? വേണം. TMT. അപ്പോൾ TMT ട്രെഡ്മിൽ ടെസ്റ്റ്. അപ്പം ECG, എക്കോ, TMT. പിന്നെ ഈ കുളിമുറിയിൽ കുളിക്കാനായിട്ട് കയറുമ്പോൾ മൂത്രശങ്ക വല്ലതും ഉണ്ടോ? ഉണ്ടല്ലേ? മൂത്രമൊഴിക്കാൻ തോന്നും. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് കിഡ്നിയുടെ ഫംഗ്ഷൻ കൊണ്ടൊന്ന് ടെസ്റ്റ് ചെയ്യണം. അതെല്ലാവർക്കും ഉള്ളതല്ലേ ഡോക്ടറെ. ബാത്റൂമിൽ കയറി കഥ കടച്ചൊന്നും മൂത്രമൊഴിക്കാൻ തോന്നാത്ത ആർക്കാണ്? അതൊക്കെ അച്ഛൻ്റെ ഓരോ തോന്നലാണ്. തോന്നലാണെങ്കിൽ തലച്ചോറിന് എന്തോ പ്രശ്നം ഉണ്ടാവും. ആണെങ്കിൽ നമുക്കൊരു MRI കൂടി എടുക്കേണ്ടി വരും. സാറേ അപ്പൊ EG കൂടെ വേണ്ടേ? സോറി സിസ്റ്റർ, ഞാൻ വിട്ടുപോയി. EG എടുക്കേണ്ടി വരുമല്ലോ. വേണം. അപ്പോൾ EG, MRI. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് അച്ഛനെ 3 ദിവസം കൊണ്ട് ക്ലിയർ ആക്കാൻ പറ്റില്ല. നമുക്ക് ഈ ടെസ്റ്റ് എല്ലാം നടത്തണമെങ്കിൽ ഒരാഴ്ചയെങ്കിലും അച്ഛനെ ഇവിടെ കിടത്തേണ്ടി വരും. എന്ത് പറയുന്നു? അതെ, എന്തെങ്കിലും തൽക്കാലമുള്ള ഒരു ഗുളിക എഴുതി തന്നാ വാങ്ങി വീട്ടിൽ പോയി കഴിച്ച് നോക്കിയിട്ട് ചെയ്താൽ പോരെ? മതിയോ? അതെന്തിനാ അങ്ങനെ? അസുഖം എന്താന്ന് തിരിച്ചറിയണല്ലോ. അതിന് വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഈ മറ്റേ മെഡിക്കൽ ഇൻഷുറൊക്കെ ചേർന്നത്. 2 ആഴ്ച കിടക്കേണ്ടി വരും. കുഴപ്പമില്ലല്ലോ. ഇല്ല, ഇപ്പോൾ ഒരാഴ്ച മതി. ഒരാഴ്ച കിടന്ന് നമ്മൾ അച്ഛനെ മിടുക്കനാക്കി അങ്ങ് തിരിച്ചു. അപ്പൊ അസുഖം എന്താന്നൊക്കെ അറിഞ്ഞ് ഒരു കുഴപ്പമുണ്ടാവില്ലല്ലോ അല്ലേ? പേടിക്കണ്ടേ, എല്ലാം ഞങ്ങൾക്ക് ശരിയാക്കി അങ്ങ് തരും. എന്നാ അഡ്മിറ്റ് ചെയ്തോ. ഇപ്പൊ കുറച്ച് ആശ്വാസം തോന്നണല്ലേ എന്നോട് സംസാരിച്ചപ്പം? ഒരാഴ്ച എന്നോട് സംസാരിക്കുമ്പം മിടുക്കനാവും, ക്ഷണക്കുട്ടനാവും കേട്ടോ. മുമ്പൊക്കോ ബാക്കി അവിടെ ഒന്ന് പൂരിപ്പിച്ചെല്ലാം കൊടുത്തിട്ട് സിസ്റ്ററെ എന്റെ ഏർപ്പാടൊക്കെ. ഒരാഴ്ചക്കുള്ള ഡ്രസ്സ് കൊണ്ടുവരണം. ഓക്കെ. കണ്ണീ കണ്ടതൊക്കെ ഡോക്ടറോട് വിളിച്ചു പറഞ്ഞപ്പോ സമാധാനമായല്ല. എല്ലാം ഡോക്ടറോട് എല്ലാം ഉണ്ട്. വയറ് നിറഞ്ഞ അപ്പൊ തന്നെ കപ്പൂസെ പോകാൻ തോന്നുന്നു. പുതിയ തലമുറയിലെ മക്കൾക്കുണ്ടല്ലോ അച്ഛന്മാരോടൊന്നും ഒരു പ്രതിബദ്ധതയില്ല. സാറേ മനസ്സ് മാറ്റുന്നതിന് മുമ്പ് ഞാനൊന്ന് അങ്ങോട്ട് പോയിട്ട് പേഴ്സ് പോയാ ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോ കോള. ഹലോ. ഏതാ റൂം നമ്പർ ഏതാ? 113. അല്ല 113. നിങ്ങളിന്ന് രാവിലെ അല്ലേ അഡ്മിറ്റ് ആയത്? ഇന്നലെ ഡിസ്ചാർജാ? ഒറ്റ മിനിറ്റ്, ബില്ല് ഇപ്പോൾ പറഞ്ഞുതരാം. ഒറ്റ മിനിറ്റ്. ബില്ല് 26,112 കേട്ടോ. ഹലോ 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 ഹലോ. ബില്ല് കേട്ടപ്പോൾ ബോധം കെട്ടുന്നാ തോന്നുന്നത്. ഇപ്പം 2 ദിവസം കൂടി കടന്നിട്ടൊക്കെ പോകണ്ടാവുള്ളൂ. ആരാ? എന്താ മരുന്ന് കൊടുക്കുന്ന സ്ഥലം ഏത് സാറേ? മരുന്ന് കൊടുക്കുന്ന സ്ഥലം ഇതിനുള്ളിലേക്കാണ് നോക്കല്. മരുന്ന് കൊടുക്കുന്ന സ്ഥലം ഇവിടുന്ന് ഇടത്തോട്ട് പോവുക. ഇവിടുന്ന് ഇടത്തോട്ട് പോയാൽ ഫാർമസി.
എയറോ കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട്. ആർക്കോ കൊടുത്താൽ മതിയോ? ഇല്ല ആർക്കോ ആർക്കോ കൊടുക്കാനല്ല, ഏരോ കൊടുത്തിട്ടുണ്ട്. ആരോ നമ്മളെ ഇതില്ലേ, അമ്പിന്റെ മാർക്കില്ലേ, ചിഹ്നം. ഷവലിന്റെ അതന്നെ, അതങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് പോയ 3ാമത്തെ റൂമാ. അത് ശരി. അവിടെ പോയാൽ മരുന്ന് കിട്ടും. അപ്പൊ പൈസ കൊടുക്കണ്ടേ സാറേ? പൈസ അവിടെ തന്നെ കൊടുത്താൽ മതി, മരുന്ന് മേടിക്കാനല്ലേ. അതെ, മരുന്ന് മേടിച്ചാൽ പൈസ അവിടെ തന്നെ കൊടുക്കുക. വാടനെ മരുന്ന് കൊടുക്കേണ്ടതും പൈസ കൊടുക്കേണ്ടതും. ആ പൈസ അവിടെ തന്നെ കൊടുത്താൽ മതി. അപ്പൊ സാറെന്തിന് ഇടിയിരിക്കുന്ന അവിടെ പോയിരുന്നാ പോരെ? വെറുതെ എന്തിന് ഇടിയിരിക്കുന്ന ആവശ്യമില്ലോ? അല്ല ചോദിക്കുന്നു. അല്ല എനിക്കിപ്പോ എന്താ വേണ്ടത്? എനക്ക് അല്ല, ഞാൻ ചോദിക്കുന്നത് അതല്ല, എക്സ്റേ എടുക്കേണ്ട സ്ഥലമാണ് സാറേ. എക്സ്റേ എടുക്കണം. എക്സ്റേ എടുക്കണപ്പോ ഞാൻ ഫാർമസി പറഞ്ഞില്ലേ, അത് പറഞ്ഞു. എടുക്കുന്ന സ്ഥലം അതിന്റെ തൊട്ടടുത്ത റൂമാണ് എക്സ്റേന്റെ റൂം. എല്ലാം 20 അടുത്തെടുത്താ. എക്സ്റേ എടുക്കുമ്പോ വേറെ കാര്യമുണ്ട്, പൈസ ഇവിടെ അടയ്ക്കണം. പൈസ ഇവിടെ അടച്ചാൽ അതിന്റെ റെസീറ്റ് തന്നാലേ അവിടെ നിന്ന് എക്സ്റേ എടുത്തു. ശരി. അപ്പൊ എക്സ്റേ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാൻ പറ്റുമോ? എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ എക്സ്റേന്റെ ഫോട്ടോ സ്റ്റാറ്റോ? എന്തിനാത്? അത് പറഞ്ഞാൽ നമ്മളൊരു കൂട്ടുകാരനുണ്ട്, ഓൻ എന്തെങ്കിലും സൂക്കേട് വന്നാൽ മരുന്ന് ഞാൻ കഴിക്കും, എനക്ക് വന്നാൽ ഓനും കഴിക്കും, ഓൻ പ്രശ്നമില്ല. അപ്പം ഓൻ ഈ വയറ് വേന വന്നിട്ടേ ഇതൊരു എക്സ്റേ എടുത്തിട്ടാ. അപ്പൊ ഞാൻ എക്സ്റേ എടുത്ത് ഇതിന്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് ഓന് കൊടുത്താ പോരെ? നമ്മ സമപ്രായക്കാരാന്ന് പറ്റൂലേ? ഇജ്ജ് എടുക്കണ എക്സ്റേന്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് ഓന് കൊടുക്കാൻ? അതെ. ഇജ്ജ് ഏതാ നാട് മോനെ? നാട് ഞാൻ ഇവിടെ കാസർഗോഡാന്ന്. ഞാൻ ഇവിടെ ബാർക്കപ്പണിക്ക് വന്നു സാർ, അതിന്റെ മുകളിൽ 3ാമത്തെ നിലയിന്ന്. ആ ബിൽഡിംഗിൽ പണിയെടുക്കുന്ന ആളായി. എന്തെങ്കിലും കഷ്ടകാലത്തിന് താഴെ വീണ് പോയാലേ കൈയും കാലും പൊളിഞ്ഞാൽ കഴിഞ്ഞാൽ ഒരുത്തരോട് ചോദിക്കണ്ടല്ലോ, എക്സ്റേ എടുക്കാം, മരുന്ന് മേടിക്കണ്ട, എല്ലാ സ്ഥലം നമുക്കറിയാലോ. അപ്പൊ ഇതൊക്കെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടി വന്നതാണ്. അല്ല അറിയാലോ. ശരി. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് വളത്തോട്ട് തിരിഞ്ഞാലേ ഒരു 1.5 കിലോമീറ്റർ അവിടെ സർക്കാർ ആശുപത്രി ഉണ്ട്. അടിയുണ്ട്. അവിടെ പോയിട്ട് മോർച്ചറി ഒന്ന് കണ്ടുവച്ചോ. അത് സാറേ അല്ല, ഒന്ന് കണ്ടിക്കണം എന്നുള്ളതാ. അതിന്റെ ആവശ്യമില്ല. ചെല്ല്, പണി ഉണ്ടാക്കാൻ വന്നിക്കാണ് സാറേ. ഒരു സംശയം ചോദിക്കാം സാറേ. എന്താണ്? നമ്മൾ ഓപ്പറേഷൻ ഉണ്ടല്ലോ, ഓപ്പറേഷൻ ചെയ്യല് സാധാരണ, അത് നമുക്കിത് കാണാൻ പറ്റുമോ? ഓപ്പറേഷൻ കാണാൻ പറ്റും? അത് സാറേ, ഈ താക്കോൽ ധാരം എന്ന് പറയുന്നില്ലേ, താക്കോൽ ധാര ശസ്ത്രക്രിയ എന്നെല്ലാം കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ താക്കോൽ, ഇത്രയും വലിയ താക്കോൽ എൻ്റെ ഉള്ളിട്ട് എങ്ങനെയാണിത് സംഭവം? നമുക്കറിയാലോ, ഇത് അറിഞ്ഞു വെക്കാലോ. അത് പറ്റുമോ സാറേ? എനിക്കിപ്പോ ഓപ്പറേഷൻ കാണണോ അല്ലേ? ഞാൻ സെക്യൂരിറ്റിനെ വിളിക്കണം, എന്നെ പിടിച്ച് പുറത്താക്കാൻ. വേണ്ട സാറേ, ചെല്ല്, സ്ഥലകാലേക്ക് പണിയില്ലാത്തതുകൊണ്ട് വന്നു. ചെല്ല്. എവിടുന്ന് വരുന്ന ഇങ്ങനത്തെ ഓരോ ജാതി? താക്കോൽ ധാര ശസ്ത്രക്രിയ കാണത്രേ വേണ്ട. താക്കോലോണ്ടാണ് ശസ്ത്രക്രിയ. ഈ മൊയ്തു സാറ്? ഈ മൊയ്തു അല്ല, എം മൊയ്തു ഞാനാണ്. എന്റെ കാര്യം? ഞാനൊരു രോഗിയുടെ കൂടെ നിൽക്കുന്ന ആളാണേ. സാർ എന്നെ അന്വേഷിച്ചെന്ന് സിസ്റ്റർ പറഞ്ഞേ. അത് നിങ്ങളാണല്ലേ? അല്ല മനുഷ്യ, ഒരു മരുന്ന് മേടിച്ചു കഴിഞ്ഞാൽ 400 രൂപേന്റെ മരുന്ന് മേടിച്ചിട്ട് 500 രൂപ തന്നാ ബാക്കി 100 രൂപ മേടിക്കാണ്ട് അങ്ങോട്ട് പോവുക. ഇതാ പിടിച്ചോളി. അല്ല, ഞാൻ മരുന്ന് മേടിച്ചിട്ടില്ല. പിന്നെ മാധുരി സിസ്റ്റർ പറഞ്ഞല്ലോ. സിസ്റ്റർ പറഞ്ഞിട്ടാണ്. മാധുരി സിസ്റ്റർ അല്ല. പിന്നെ ഏതാ? സാറിനെ കാണാൻ പറഞ്ഞത് വേറെന്തോ ഒരു ചണ്ടാല ഭിഷുകി അല്ല, അങ്ങനത്തെ ഒരു പേരാണ് സിസ്റ്ററിന്റെ. ഒരു വെളുത്തട്ട് ഇച്ചിരി തടിച്ച് മുഖമൊക്കെ ഉണ്ട പോലെ ഇരിക്കണേ. ചണ്ടാല ഭിഷുകി സിസ്റ്റർ ഇവിടെ ഇല്ല. ഇന്നിപ്പോ ഡ്യൂട്ടിയിലുള്ള രാധിക ഉണ്ട്, സോഫിയ ഉണ്ട്, സീനത്തുണ്ട്, പിന്നെ മണ്ടോതിരി. അത് തന്നെ മണ്ടോതിരിനെ കുറിച്ച് ഞങ്ങൾ ചണ്ടാല ഭിഷുകി എന്നൊക്കെ പറഞ്ഞ സിസ്റ്ററെ ഇതാ പോണ് വരി. കാണാൻ ഇയാൾ നിങ്ങളെ പേരൊക്കെ മാറ്റിക്കണ്, ചണ്ടാല ഭിഷുകി എന്നൊക്കെ ഞങ്ങളെ പേര് കിട്ടിയില്ല. ഇതേ നമ്മുടെ സുഗതനില്ലേ 307 പേഷ്യന്റ് ബൈസ്റ്റാൻഡർ ആണ്. നിങ്ങൾ ഡിസ്ചാർജ് ആണല്ലേ? ഒറ്റ മിനിറ്റ് ബില്ല് പറഞ്ഞുതരാം. മോനാങ്ങള്? ശരി. അങ്ങനെ ബില്ല് 36,346 രൂപ. ബില്ലടിച്ചോ? ഇൻഷുറൻസ് ഉള്ളതാണ്. അത് ചെറിയൊരു വിഷയമുണ്ട്. നിങ്ങളുടെ ബില്ല് നമ്മൾ ഇൻഷുറൻസിലേക്ക് അയച്ച്, പക്ഷെ ഓരോ അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ച് മെയിൽ ചെയ്തിക്കണ് ഇത് റീഇംബേഴ്സിബിൾ അല്ല എന്നറിഞ്ഞിട്ട്. അതെന്താ അങ്ങനെ? അത് ഇൻഷുറൻസ് ഉള്ളതല്ലേ, എല്ലാത്തിനും കിട്ടൂലേ അത്? അല്ല, അത് ഒരു പറയണത് എന്താ വെച്ചാൽ ഇവിടെ ശരിക്കും അഡ്മിറ്റ് ചെയ്യേണ്ട പേഷ്യൻ്റ് അല്ല, വേണ്ടാത്ത ടെസ്റ്റ് നടത്തി എന്നൊക്കെയാണ് ഒരു പറയണത്. അങ്ങനെ റിജക്ട് ചെയ്തപ്പോ ആവശ്യമില്ലാത്ത ടെസ്റ്റ് നടത്തിയിട്ടാണ് ഇവിടെ അഡ്മിറ്റ് ചെയ്തത്. അല്ലാതെ അങ്ങനെയല്ല, അത് അവരവരുടെ ഒരു നിയമം വെച്ച് അയച്ചതായിരിക്കും സാറേ. അപ്പൊ പൈസ തരണ്ടല്ലേ? അല്ലേ? അല്ല, പൈസ തരണല്ലോ. പൈസ ഇപ്പൊ ഒരു തരുന്നില്ലെങ്കിൽ നിങ്ങൾ തരണല്ലോ, ബൈ ക്യാഷ് ആയിട്ട് നിങ്ങൾ തരണം. പൈസ ഞാൻ തരൂല. ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ എല്ലാ ടെസ്റ്റും നടത്തിയത്. ആവശ്യമില്ലാതേക്കാ ഞാൻ പറഞ്ഞല്ലേ അപ്പൊ തന്നെ ഒന്നും വേണ്ടെന്ന്. അല്ല, പൈസ നിങ്ങൾ തരില്ല എന്ന് പറഞ്ഞാൽ പൈസ ഒന്നുമില്ലെങ്കിൽ അച്ഛനെ കൊണ്ടുപോകാൻ പറ്റൂല. ശരി, അപ്പൊ അച്ഛനെ ഇവിടെ താമസിപ്പിക്കുവോ? അവിടെ നിന്നോളൂ. അപ്പൊ ഭക്ഷണമൊക്കെ കൊടുത്തോളൂ അല്ലേ? ഭക്ഷണം കൊടുക്കണ്ടാവൂല. അയ്യോ, അപ്പൊ ഭക്ഷണമൊക്കെ കൊടുക്കാതിരുന്ന അച്ഛൻ പട്ടിണി കിടന്ന് മരിച്ചു പോകൂലേ? ചത്തു ഉറപ്പാണ്. അപ്പൊ ബോഡി ഇവിടെ തന്നെ അങ്ങനെ സംസ്കരിക്കുമോ?
എന്തൊക്കെ തമാശ മോൻ ചോദിക്കണേ. സംസ്കരിക്കൂല. അങ്ങനെ ആരും കൊണ്ടാവാത്ത ബോഡി ഞങ്ങൾ ഇവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കല. മെഡിക്കൽ കോളേജ് കുട്ടിയൊക്കെ അങ്ങനെ ചെയ്യാം. വെറുതെ ഒന്നുമില്ലാത്ത അച്ഛൻ അതും ഇതും പറഞ്ഞ് ടെസ്റ്റ് ചെയ്തിട്ട് പൈസ അടക്കണോന്നാ. എല്ലാത്തിനും ഞാൻ പൂട്ടിക്കും. ഞാൻ ഇൻഷുറൻസ് കമ്പനീനെ, ഹോസ്പിറ്റലിനെ. എന്താ നീയൊക്കെ വിചാരിച്ചത്? പൈസ ഞാൻ തരില്ല ഇവിടെ നിന്ന്. അച്ഛനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. അല്ല അത് അങ്ങനെയാണല്ലോ, ഡിസ്ചാർജ് ചെയ്യണതിന് മുമ്പ് പൈസ കൊടുക്കണം എന്നാണല്ലോ. കളിക്കല്ലേ നിങ്ങൾ, കളിക്കല്ലേ. ഇത് നിങ്ങൾ തമ്മിലുള്ള കരാറാണ്. ഞങ്ങളിവിടുത്തെ ജീവനക്കാർ മാത്രമാണ്. വന്ന് പെട്ടുപോയില്ലേ? പൈസ ഞാനിപ്പോ തരാം, പക്ഷെ എല്ലാത്തിനെയും ഞാൻ തൂക്കും. ഞാൻ ഇത് വെറുതെ ഇവിടെ ഒന്നും നിങ്ങൾ നോക്കണ്ട. എന്നാ കാർഡ് തരാം, ബില്ലടച്ചോ. വെറുതെ അങ്ങോട്ട് പോകുന്ന ഓർക്കണ്ട കേട്ടാ. വെറുതെ ഒരു സംശയമായിട്ട് വന്ന അച്ഛനെ അതും ഇതും ഒക്കെ പറഞ്ഞ് സ്കാൻ ചെയ്ത് ഒരാഴ്ച കിടത്തിയിട്ട് പിന്നെ നീ വേറെ വല്ലതും വേണം? അല്ല, ഞാനിവിടെ ഇങ്ങനെ നടന്നു വന്നതിന് വല്ല ഫീസ് ഉണ്ടാ? ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാ, ഇല്ലെങ്കിൽ 6000 രൂപയ്ക്ക് തീരേണ്ട കേസായിരുന്നു. എന്തിനങ്ങനെ കൊന്നു തിന്നണവര്? ശമ്പളം കറക്റ്റായിട്ട് കിട്ടണല്ലേ, കൂടുതൽ കാര്യം അന്വേഷിക്കണ്ട. പോട്ടെ. വള്ളം നിറഞ്ഞു.